മീഡിയ നെറ്റിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. UDF വിജയിച്ച് വീണ്ടും കേരളത്തിൽ അധികാരത്തിലെത്തിയിരിക്കുന്നു. 10 വർഷക്കാലം അവർ അധികാരത്തിന് പുറത്തായിരുന്നു. കേരളത്തിൽ നേടിയ ഈ വലിയ വിജയത്തിൻ്റെ പിന്നിൽ, ഒപ്പം ഇടുക്കിയിൽ അവർ കരസ്ഥമാക്കിയ വിജയത്തിൻ്റെ പിന്നിൽ ആരായിരുന്നു, എന്തായിരുന്നു അതിൻ്റെ രസതന്ത്രം, ഇന്ന് ചർച്ച ചെയ്യുന്നു. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ ജോയി വെട്ടിക്കുഴി. അദ്ദേഹത്തെ പ്രത്യേകം ജില്ലയ്ക്ക് വേണ്ടിയിട്ടോ പ്രേക്ഷകർക്ക് വേണ്ടിയോ പരിചയപ്പെടുത്തേണ്ട ഒരാളല്ല. അദ്ദേഹം കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ എന്ന് മാത്രമല്ല, അദ്ദേഹം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇടുക്കി ജില്ലാ ചെയർമാൻ കൂടിയാണ്. സ്വാഗതം സാർ. സർവഭൂതപൂർവമായ വിജയമാണ് UDF ഇക്കുറി കരസ്ഥമാക്കിയിരിക്കുന്നത്, സംസ്ഥാനത്തും ജില്ലയിലും. നമുക്ക് ജില്ലയിലേക്ക് വരാതെയും ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം UDF 5 മണ്ഡലങ്ങളും 5 നിയമസഭാ മണ്ഡലങ്ങളും നേടി എന്നുള്ളത് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ്. സത്യത്തിൽ ഈ മലയോര ജില്ല UDFനൊപ്പമായിരുന്നു ഒത്തിരി കാലം. അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒക്കെ നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെ നമുക്ക് സുനിശ്ചിതമായ വിജയം കിട്ടി. ഈ വിജയം അങ്ങ് പ്രതീക്ഷിച്ചിരുന്നു? ഈ വിജയം തീർച്ചയായും പ്രതീക്ഷിച്ചിരുന്നു. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇടുക്കി എന്ന് പറയുന്നത് അത് UDFൻ്റെ മണ്ണാണ്. UDFൻ്റെ ഒരു നാടാണ് ഈ ഹൈറേഞ്ച് അല്ലെങ്കിൽ ഇടുക്കി ജില്ല എന്ന് പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ട് അത് പല തെരഞ്ഞെടുപ്പുകളിലും നമുക്ക് ചില പാളിച്ചകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള യാതൊരു പിഴവുകളും സംഭവിക്കാതെ സംസ്ഥാനത്ത് എന്നതുപോലെ തന്നെ ഇടുക്കിയിലും UDF ടീം എന്നുള്ള നിലയിൽ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ നടത്തുകയുണ്ടായി. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിൻ്റെ പുതിയുഗ യാത്ര കടന്ന് ഇടുക്കി ജില്ലയിൽ കൂടെ കടന്നുപോയപ്പോൾ ഇടുക്കിയിലെ 5 നിയോജക മണ്ഡല കേന്ദ്രങ്ങളിലും നടത്തിയ വലിയ സമ്മേളനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ UDF ഇടുക്കി ജില്ലയിൽ തിരിച്ചു വരവിന് ഒരുങ്ങിയിരിക്കുന്നു എന്ന് അതിൽ നിന്നും വളരെ വ്യക്തമായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ ജാഥ ഇവിടെ കടന്നു വന്നത്. ഈ രണ്ടും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ഇടുക്കിയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും UDF ഇപ്രാവശ്യം വിജയിക്കും എന്നുള്ള കാര്യം വളരെ സുനിശ്ചിതമായിരുന്നു. UDFൻ്റെ ചെയർമാൻ എന്ന നിലയിൽ അങ്ങേക്ക് നിർണായകമായ പങ്കും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നല്ലോ. ഈ 5 മണ്ഡലങ്ങളിൽ ഒന്ന് PJ ജോസഫുമായി ബന്ധപ്പെട്ട ജോസഫ് ഗ്രൂപ്പിൻ്റെ കേരള കോൺഗ്രസിൻ്റെയാണ്. അത് നമുക്ക് വിടാം. ബാക്കി UDFനെ സംബന്ധിച്ച് കോൺഗ്രസ് മണ്ഡലങ്ങളായിരുന്നു 4 മണ്ഡലങ്ങൾ: പീരുമേടും ഉടുമ്പൻചോലയും ഒപ്പം തന്നെ ഇടുക്കിയും ദേവികുളവും. ഈ 4 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കടമ്പകൾ കടക്കേണ്ടി വന്നു. സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് എപ്പോഴും AICCയും KPCCയും എന്ന ആ ഒരു സമിതിയിലാണ് അത് നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് 4 നിയോജക മണ്ഡലങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. കാരണം കഴിഞ്ഞ 20 വർഷക്കാലമായി ഹൈറേഞ്ചിൽ നിന്നും കോൺഗ്രസിന് MLA-മാരുണ്ടായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് MLA-മാർ ഉണ്ടാവുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വെല്ലുവിളിയായി തന്നെ കോൺഗ്രസ് എടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓരോ നിയോജക മണ്ഡലത്തിലും വളരെ പഠനം നടത്തിയതിന് ശേഷം അനുയോജ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു. ആ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചു. ആ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു വലിയ കൂട്ടായ്മയാണ്. ആ ഒരു കൂട്ടായ്മയോട് കൂടി നിന്നുള്ള ഒരു വലിയ മുന്നേറ്റം നമ്മൾ നടത്തിയപ്പോൾ നമുക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. ഹൈറേഞ്ചിൽ നിന്നുമുള്ള ആ 4 സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു കോൺഗ്രസ് ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി എന്നുള്ള നിലയിൽ ഏറ്റവും ആത്മാഭിമാനം പകരുന്ന ഒരു നേട്ടമാണ്. ഈ കോൺഗ്രസ് മത്സരിച്ച 4 മണ്ഡലങ്ങളിൽ ഇപ്പോൾ പീരുമേട് സിറിയക് തോമസിനെ മത്സരിപ്പിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമല്ല. കാരണം അദ്ദേഹം കഴിഞ്ഞ 2 തവണയും ചെറിയ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ഒരുപക്ഷെ ഇത്തവണ അദ്ദേഹം വിജയിച്ചേക്കും എന്ന് പറയുന്ന വലിയൊരു സൂചനയുണ്ടായിരുന്നു. ഒപ്പം തന്നെ CPIയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥി അത്ര പോരാ എന്ന ഒരു ചിന്ത ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു. എന്നാൽ ഇടുക്കി എടുക്കുക, 4 തവണ അധികായനായ ഒരു ആൾ, വലിയ തൻ്റെ മണ്ഡലത്തിൽ ശക്തമായി അടയാളപ്പെടുത്തപ്പെട്ട ഒരാൾ, പിന്നീട് LDFന് വേണ്ടി മന്ത്രിയായി മാറിയ ഒരാൾ, അതിനുശേഷം പോലും
തൻ്റെ പാർട്ടിയിൽ പിടിമുറുക്കി നേതാവായി വളർന്ന ഒരാൾ. അദ്ദേഹത്തോട് മത്സരിക്കുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന ചിന്ത ആരുടേതായിരുന്നു? കൺവീനർ ചെയർമാൻ എന്ന നിലയിൽ അങ്ങയുടേതായിരുന്നു? ഞാനത് സൂചിപ്പിക്കുകയുണ്ടായി. കാരണം 5 പ്രാവശ്യം ഈ നിയോജകമണ്ഡലത്തിലെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു ഇടുക്കിയിൽ നിന്നുള്ള ശ്രീ റോഷി അഗസ്റ്റിൻ. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു പ്രബലനായ ഒരു നേതാവിനെ നേരിടുന്നതിന് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ 2021 നമ്മൾ നല്ല പരിശ്രമം തന്നെ നമ്മൾ നടത്തിയിരുന്നു എങ്കിലും അദ്ദേഹത്തെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ 2026 വരുമ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ, കാരണം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ എതിരാളി ആരാണ് എന്നും അയാളെ എങ്ങനെ നേരിടണമെന്നുമുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണമല്ലോ. ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനമായിരുന്നു അത്. അതായത് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് എങ്കിൽ വിജയസാധ്യത കൂടുതലാണ് എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വേറെ ആരും ജയിക്കുകയില്ല എന്നുള്ളതല്ല, വിജയസാധ്യത കൂടുതൽ എന്നുള്ള ഒരു നിലയിലുള്ള ഒരു അഭിപ്രായ പ്രകടനം അക്കാര്യത്തിൽ നടത്തിയിരുന്നു. അത് ആരോടുമുള്ള വിരോധം കൊണ്ടോ ഒന്നുമല്ല, നമ്മുടെ ഒരു സ്വാഭാവികമായി നമുക്കൊരു ജയത്തിലേക്ക് എത്തുന്നതിനുള്ള ഒരു മാർഗം എന്നുള്ള നിലയിലുള്ള ഒരു അഭിപ്രായ പ്രകടനം മാത്രം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങ് കട്ടപ്പനയുടെ മുനിസിപ്പൽ ചെയർമാനായി, ഒപ്പം തന്നെ അവിടുത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും കോൺഗ്രസ് നേരിട്ട് ഭരണത്തിലെത്തി. കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ ഉള്ള പ്രസിഡന്റുമാർ അധികാരത്തിലിരിക്കുന്നു. ഈ ഒരു ആത്മവിശ്വാസമാണോ കോൺഗ്രസ് തന്നെ മത്സരിക്കണമെന്ന് പ്രേരിപ്പിച്ചത്? നമ്മുടെ ഇടുക്കി നിയോജക മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിലും അതോടൊപ്പം തന്നെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലും കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാരാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു വിജയത്തിലേക്ക് എത്തണമെന്നുള്ള ഒരു മുൻകൂട്ടിയുള്ള കാഴ്ചപ്പാടോട് കൂടിയുള്ള ഒരു പ്രവർത്തനം നമ്മൾ നടത്തിയിട്ടുണ്ട്. അതത്ര എളുപ്പമായിരുന്നോ പി ജെ ജോസഫിനോട് ചോദിക്കലും തിരിച്ചു വാങ്ങലും? മുന്നണി എന്നുള്ള ഒരു നിലയിൽ ഇപ്പൊ ഇടുക്കി സീറ്റ് മാത്രമല്ല, ഏറ്റുമാനൂരിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പം പല സീറ്റുകളുടെയും കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു മുന്നണിയായി കഴിയുമ്പോൾ അതിനുള്ള സാധ്യതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചകളൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതൊന്നും ചെയ്യേണ്ടത് ഞങ്ങളല്ല, അതൊക്കെ സംസ്ഥാന തലത്തിൽ നേതാക്കന്മാർ നടത്തുന്ന കാര്യമാണ്. പക്ഷെ ആ ഒരു ചർച്ചയിലേക്ക് പോകുമ്പോൾ അതിനുള്ളൊരു ആത്മവിശ്വാസം ആ നേതാക്കൾക്ക് കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് അത് പ്രവർത്തകരായ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളായ ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ്. ആ ഒരു ആത്മവിശ്വാസം സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ടാക്കി കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമുക്ക് 9 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോൺഗ്രസിന് ഒറ്റയ്ക്കുള്ള ഒരു ഭൂരിപക്ഷം എന്നുള്ള ഒരു നിലയിലേക്ക് നമുക്ക് എത്താനായിട്ട് നമുക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പുതിയുഗ യാത്രയുടെ സമ്മേളനം ചെറുതോണിയിൽ നമ്മൾ നടത്തിയപ്പോൾ ഇടുക്കി നിയോജക മണ്ഡലം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വലിയ ഒരു ആവേശമാണ് അവിടെ അണപൊട്ടി ഒഴുകിയത്. അതൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഇടുക്കി UDFിൻ്റെ കയ്യിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള വലിയൊരു പ്രതീതി നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ 2 വർഷക്കാലമായി മന്ത്രിയായിരുന്ന ശ്രീ റോഷി അഗസ്റ്റിൻ്റെ പോരായ്മകൾ ഒന്നൊന്നായി എടുത്ത് വിവരിച്ചുകൊണ്ട് ഇദ്ദേഹം ഈ ജില്ലയ്ക്ക് വേണ്ടി ഒരു നിലപാട് സ്വീകരിക്കാത്ത ഒരു മന്ത്രിയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ ഞങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ് ആ കാര്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ പ്രവർത്തനത്തിലുള്ള ഒരു നേട്ടം. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിന് എതിരാളിയായി വന്ന കോൺഗ്രസിൻ്റെ റോയ് കെ പൗലോസ്, അദ്ദേഹം പരിണതപ്രജ്ഞനായ കോൺഗ്രസ് നേതാവാണ്. KPCCയുടെ വൈസ് പ്രസിഡന്റാണ്. ഒപ്പം തന്നെ അവിടെ ഉടുമ്പന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അങ്ങനെ പല പല മേഖലകളിൽ അത് യൂത്ത് കോൺഗ്രസിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് ആ മണ്ഡലത്തിലെ ഫിറ്റ് കാൻഡിഡേറ്റ് എന്ന് കോൺഗ്രസ് തീരുമാനിച്ചത് ശരിയായി വന്നു എന്ന് തോന്നുന്നു. കോൺഗ്രസ് എല്ലാ സാഹചര്യങ്ങളും നോക്കിയിട്ടാണല്ലോ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു തീരുമാനത്തിൽ നമ്മുടെ ജില്ലയിൽ നിന്നുമുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള KPCC വൈസ് പ്രസിഡന്റ് കൂടിയായ, അതോടൊപ്പം തന്നെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ച പരിചയമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഉചിതമായ ഒരു തീരുമാനം തന്നെയായിരുന്നു. അങ്ങയുടെ പേരായിരുന്നു ആ കൂട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു പേര്. എന്തുകൊണ്ടായിരിക്കും അത് ഒഴിവായിപ്പോയത്? എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരാളെ കൂടാതെ മറ്റാളുകളുടെ പേരുകളും ആ കാര്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പം പീരുമേടിൻ്റെ കാര്യത്തിലായാലും ഉടുമ്പൻചോലയിലാണെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവരെ മാറ്റിയിട്ട് വേറൊരു സ്ഥാനാർത്ഥി വന്നത്.
അത് ദേവികുളത്തായാലും 2-3 സ്ഥാനാർത്ഥികളുടെ പേരുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു മണ്ഡലത്തിൽ നിന്നും ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികളുടെ പേരുകൾ വരിക എന്നുള്ളത് ഒക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. റോയ്ക്ക പൗലോസിന്റെ ഇത്ര വലിയ ഒരു ഭൂരിപക്ഷം അങ്ങടങ്ങുന്ന ഈ DCC നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നു? അത് ഇടുക്കി നിയോജക മണ്ഡലത്തിലെ 3 മണ്ഡലങ്ങളിൽ, അത് ഇടുക്കിയിലെ മാത്രമല്ല, ഉടുമ്പൻചോലയിലാണെങ്കിലും പീരുമേട്ടിലായാലും ഇടുക്കിയിലായാലും ഈ 3 നിയോജക മണ്ഡലങ്ങളിലും ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷത്തിലേക്ക് പോകുമെന്നുള്ളൊരു കണക്കൂട്ടൽ നമുക്കുണ്ടായിരുന്നില്ല. നമ്മൾ ഒരു ത്രിതല പഞ്ചായത്തിൽ നമുക്ക് കിട്ടിയ വോട്ട്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടിയ വോട്ട്, ഈ വോട്ടുകളൊക്കെ വെച്ച് നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഇത്രയും വലിയ ഒരു ഇതിലേക്ക് അല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നില്ല. എന്നാലും എല്ലാ നിയോജക മണ്ഡലങ്ങളും ജയിക്കും എന്നുള്ള കാര്യം നമുക്കൊരു ഉറപ്പായിരുന്നു. തൊടുപുഴ, ഇടുക്കി, പീരുമേട് മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഒരൊറ്റ പഞ്ചായത്തിൽ പോലും LDFന് മുന്നിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണാതെ. ഉടുമ്പൻചോലയിലാകട്ടെ, ഉടുമ്പൻചോല പഞ്ചായത്തിൽ മാത്രമാണ് LDF മുന്നിൽ പോയത്. LDF മുന്നിൽ പോയത് ദേവികുളത്ത് 6 പഞ്ചായത്തുകളിലാണ്. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് ശരിക്കും നേതൃത്വത്തിന് ബോധ്യപ്പെട്ടില്ല എന്നുണ്ടോ? ഭരണവിരുദ്ധ തരംഗമുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായും ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. അത് നമുക്ക് മാത്രമല്ല, അത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ബോധ്യപ്പെട്ട നേതാവ് ശ്രീ VD സതീശനാണ്. അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു, 100-ലധികം സീറ്റോട് കൂടി UDF അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു. 1 ഡസനിലധികം മന്ത്രിമാർ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. 100-ലധികം സീറ്റോടുകൂടി UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പൾസ് എവിടെ നിൽക്കുന്നു എന്ന് വളരെ കൃത്യമായി അറിഞ്ഞ് ഒരു പ്രവചനം പോലെ നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം കേവലമായൊരു യാത്രയല്ല നടത്തിയത്. കേരളത്തിലുടനീളം ഗ്രാമാന്തരങ്ങളിലൂടെ വളരെ ജാഗ്രതയോടെ സൂക്ഷ്മമായ കണ്ണുകളോടെ രാഷ്ട്രീയം പഠിച്ച്, ജനങ്ങളെ പഠിച്ച്, അപഗ്രഥിച്ച്, വിശകലനം ചെയ്ത് പറഞ്ഞ ഒരു പ്രവചനമായിരുന്നത് അല്ലേ? തീർച്ചയായും. നമുക്കിപ്പോൾ ഇടുക്കിയിലെ കാര്യം തന്നെ നമുക്കെടുക്കാം. ഇടുക്കിയിലെ കാര്യത്തിന് വേണ്ടി അദ്ദേഹം എത്രയോ പ്രാവശ്യം ഇടുക്കിയിൽ വന്നിരിക്കുന്നു. ഇവിടെ കോൺക്ലേവിന് മുമ്പ് തന്നെ ചിന്നക്കനാലിലെ ആളുകളെ അവിടെ ഇറക്കി വിട്ട സമയത്ത് അദ്ദേഹം അവിടെ പോയി. അക്രമുടിയിൽ അദ്ദേഹം വന്നു. അടിമാലിയിൽ നടത്ത കോൺക്ലേവ് അദ്ദേഹം ആ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ഒന്നൊന്നായി അദ്ദേഹം അവതരിപ്പിച്ചു. പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക മാത്രമല്ല, UDF അധികാരത്തിൽ വന്നാൽ ഓരോ പ്രശ്നത്തിനും എന്താണ് അതിന് പരിഹാരമെന്ന് കൂടി അദ്ദേഹം ഇവിടെ പ്രഖ്യാപിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇടുക്കിയിലെ ഭൂവിഷയങ്ങൾ ഇത്രമാത്രം കൃത്യമായി പഠിക്കുകയും അതിൻ്റെ ഓരോന്നിനുമുള്ള പ്രതിവിധിയും മനസ്സിൽ കൃത്യമായ ഒരു രൂപരേഖ ഉള്ള ഒരു നേതാവ് എന്നുള്ളത് അത് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം, കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞു എന്നാണ്, കേരളത്തിന്റെ ഖജനാവ് എന്ന് പറയുന്നത് പൂച്ച വെറ്റ് കിടക്കുന്ന ഖജനാവാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പറയുക മാത്രമല്ല, UDF അധികാരത്തിൽ വന്നാൽ ആ ഖജനാവ് എങ്ങനെ നിറയ്ക്കാൻ കഴിയും, അത് ഭരണപരമായ സാമ്പത്തിക അച്ചടക്കത്തിലൂടെ നമുക്ക് വരുമാനമുണ്ടാക്കി അവിടെ അതിലേക്ക് കൊണ്ടുവരാൻ കഴിയും. തകർന്നു പോയ വെന്റിലേറ്ററായ ആരോഗ്യരംഗം, ആ ആരോഗ്യരംഗത്തെ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ രേഖ. തകർന്നു പോയ നമ്മുടെ വിദ്യാഭ്യാസ മേഖല, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ഇതുപോലെ തകർന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുള്ളൂ. അത് വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ ലോകത്തുള്ള എല്ലാ സ്ഥലത്തുമുള്ള വിദ്യാഭ്യാസ പാഠ്യപദ്ധതി എല്ലാ ആളുകളെ വിളിച്ച് വലിയ കോൺക്ലേവ് നടത്തി അതിന് പ്രത്യേകമായ രേഖയുണ്ടാക്കി. തന്നെയുമല്ല, മറ്റ് സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് മൂലധന നിക്ഷേപം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും, അതിൽ ഏറ്റവും കുറഞ്ഞ പലിശയ്ക്ക് പൈസ കിട്ടുന്ന രാജ്യം ഏതാണ്, അവിടെ നിന്ന് എങ്ങനെയാണ് പൈസ ചാനലൈസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ വ്യക്തമായ പഠനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും കൃത്യമായിട്ട് ഇത് പറയാൻ കഴിയും. അങ്ങ് പറയുന്നത് വളരെ ശരിയാണ്. അദ്ദേഹത്തിന്റെ ഇതപര്യന്തമുള്ള ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ, അദ്ദേഹത്തിന്റെ ചെയ്തികൾ ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ, സാംസ്കാരിക, ശാസ്ത്ര രംഗങ്ങളിൽ അതിശക്തമായ വീക്ഷണം അദ്ദേഹത്തിനുണ്ട് എന്ന് പറയാനാവും. അങ്ങനെയുള്ള ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവണ്ടേ? മുഖ്യമന്ത്രിയുടെ കാര്യം തീരുമാനിക്കുന്നത് എപ്പോഴും കോൺഗ്രസിന് അതിലൊരു ഒരു രീതി അതിനുണ്ട്. അപ്പോൾ അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണെങ്കിലും കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ജയിച്ചു വരുന്ന MLA മാരുടെ അഭിപ്രായം, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ അഭിപ്രായം,
അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ച് ഹൈക്കമാൻഡാണ് അതിനകത്ത് തീരുമാനമെടുക്കുന്നത്. കോൺഗ്രസ് ഈ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന രീതി നമ്മൾ പറഞ്ഞ ഇപ്പൊ സൂചിപ്പിച്ച ഈ വീക്ഷണമുള്ള ഈ ശേഷിയുള്ള ആള് എടുക്കണമെന്ന് നിർബന്ധമില്ലേ? അല്ല, അതുകൊണ്ട് ഇപ്പോൾ VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായ, ഇപ്പോൾ VD സതീശനെ പോലെ തന്നെയുള്ള ധാരാളം നേതാക്കന്മാർ നമ്മുടെ പാർട്ടിയിലുണ്ട്. അത്ര അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനകത്തുള്ള ഒരു സെലക്ഷൻ അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു തീരുമാനം ഇന്നാരെ എന്നുള്ളത് ഹൈക്കമാൻഡ് തന്നെ നടത്തുക എന്നുള്ളത് മാത്രമേ സ്വാഭാവികമായി നടത്താൻ കഴിയൂ. മുഖ്യമന്ത്രി നമ്മുടെ ചർച്ച ഒരുപക്ഷെ പ്രക്ഷേപണം ചെയ്യണ സമയമാകുമ്പോഴേക്കും മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ളതുകൊണ്ട് നമ്മൾ അതിലേക്ക് അധികം കാര്യമായി പോകുന്നില്ല. അതല്ല നമ്മുടെ വിഷയം. ഇപ്പോൾ ഈ കേരളത്തിലെ വൻ വിജയം സത്യത്തിൽ അതുപോലെ തന്നെ LDFന്റെ പരാജയം, LDF ഇങ്ങനെ കുത്തനെ നിബന്ധിക്കുമെന്ന്, വലിയൊരു പരാജയം ഏറ്റുവാങ്ങുമെന്ന് കേരളത്തിലെ ഒരു സാംസ്കാരിക ബോധം അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പൊതുബോധം കരുതിയിരുന്നോ? നമ്മുടെ രാഷ്ട്രീയത്തെ ഒരു സൂക്ഷ്മ പരിശോധന നമ്മൾ നടത്തിയാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സമീപനം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ധിക്കാരവും ധാർഷ്ട്യവും, അത് ഒരിക്കലും ഒരു ഭരണ നേതാവിന് പറ്റിയതല്ല. നമ്മൾ ഉമ്മൻചാണ്ടി സാറിനെ പോലെയുള്ള മുഖ്യമന്ത്രിമാരെ കണ്ടിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ജാഥ കടന്നുപോയപ്പോൾ അതിനകത്ത് പ്രതിഷേധം രേഖപ്പെടുത്തിയ ആളുകളെ അവരെ കൊണ്ട് ചട്ടിയെടുത്ത് തലയ്ക്കടിച്ചും കഴുത്ത് ഞെരിച്ചുമൊക്കെ അതൊക്കെ അത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളുകൾ തന്നെ നടത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് ജീവൻ രക്ഷാ പ്രവർത്തനം എന്നാണ് അതിന് വിശദീകരണം കൊടുത്തത്. അങ്ങനെ പറയാമോ? അതൊക്കെ ഒരു സാംസ്കാരിക ബോധത്തിൽ വല്ലാതെ എന്ന് പറഞ്ഞ ചാട്ടുള്ളി പോലെ തറഞ്ഞ്, അതുകൊണ്ടാണല്ലോ തോമസ് ആലപ്പുഴ ജയിച്ചത്. അത് ഒരിക്കലും അങ്ങനെ ഒരു ഭരണകർത്താവ് എന്താണ് കണ്ണൂരിൽ നമ്മൾ കണ്ടതാണ്. കല്ല് വന്ന് അദ്ദേഹത്തിൻ്റെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മേത്ത് വീണിട്ട് പോലും അദ്ദേഹം എനിക്ക് ഏറ് കിട്ടിയെന്ന് അദ്ദേഹം പറഞ്ഞില്ല. എന്നെ എറിഞ്ഞവനെ പിടിക്കണമെന്ന് പറഞ്ഞില്ല, അവനെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അതാണ് സമ്പർക്ക പരിപാടിയിൽ ഒരു നീണ്ട രാത്രി മുഴുവൻ ഈ കയ്യിലൊരു ഗ്ലാസ് വെള്ളവും മറുകൈയിൽ പേപ്പറുകളും ഒക്കെ ആയി ഇരിക്കാതെ നിന്ന് വെളുപ്പിന് ആദ്യത്തെ സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് വീഴുന്ന സമയത്തും ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച ഒരു മുഖ്യമന്ത്രിയെയും വീട്ടിൽ പോയി പറയുക എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രിയെയും ജനം താരതമ്യം ചെയ്തിരിക്കുമോ? തീർച്ചയായിട്ടും അത് ചെയ്തിട്ടുണ്ട്. ചെല്ലുന്നവരോടൊക്കെ കടക്കു പുറത്ത് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി മറ്റേ മുഖ്യമന്ത്രി അങ്ങനെയല്ലല്ലോ. ഏത് സമയത്ത് ചെന്നാലും ആര് ചെന്നാലും ഏത് പാവപ്പെട്ട എൻ്റെ കാര്യത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ പിണറായി വിജയൻ പ്രത്യേകിച്ച് രണ്ടാമത്തെ ഗവൺമെൻറ് അങ്ങ് വന്നപ്പോഴേക്കും അദ്ദേഹം ഒരു സ്വേച്ഛാധിപതിയായിട്ടങ്ങ് മാറി എന്നുള്ളതാണ്. തൻ്റെ താല്പര്യങ്ങൾ നമ്മൾ പറയും, ബാക്കിയുള്ളവർ അതൊക്കെ കേട്ടോണം. അതിന് വിപരീതമായി എന്തെങ്കിലും അഭിപ്രായ പ്രകടനം ഉണ്ടായാൽ അത് കേൾക്കുന്നതിന് പോലുമുള്ള ഒരു സഹിഷ്ണുത പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എതിരായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ പറയുന്നവനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള നിലയിലേക്കുള്ള ഒരു സമീപനമാണ് അത് സ്വീകരിച്ചത്. അതിന് എന്താണ് നമ്മൾ പറയുന്നത്, ഫാസിസമൊന്നോ എന്തൊക്കെ നമുക്കത് പറയാം. ആ രീതിയിലുള്ള ഒരു സമീപനം, ജനാധിപത്യ സമീപനം എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് കഴിയില്ല. തകർന്നടിഞ്ഞ് ശ്വാസം നിലച്ച ഒരു മുന്നണിയെ സത്യത്തിൽ ജീവൻ നൽകുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് സംഭവിക്കുകയാണ്. സത്യത്തിൽ ഇടതുമുന്നണിക്ക് ജീവൻ നൽകുന്ന പ്രവർത്തനങ്ങളിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ കടക്കുകയാണ് എന്ന് അങ്ങേക്ക് തോന്നുന്നു? അങ്ങനെയില്ല. ഇതിപ്പം ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് വരെയുള്ള ഒരു മാധ്യമങ്ങളിൽ കൂടി വരുന്ന ഒരു വാർത്തകൾ എന്നുള്ളത് ഒരു മുഖ്യമന്ത്രിയുടെ കാര്യം തീരുമാനിച്ചു കഴിയുമ്പോൾ ഈ വാർത്തകൾ എല്ലാം അസ്തമിക്കും. വരികയാണ് ഇനി മന്ത്രിമാരുടെ തിരഞ്ഞെടുപ്പ്. അതൊക്കെ കോൺഗ്രസ് നേതൃത്വം അതൊക്കെ ഇവിടെ എന്താണ് ഹൈക്കമാൻഡിന്റെ അടുത്തേക്ക് കൂടുതൽ പോകേണ്ട കാര്യമില്ല. അതൊക്കെ ഇവിടുത്തെ ഒരു സാഹചര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തീരുമാനം ഉണ്ടായി. അതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ വളരെ സൗഹാർദ്ദത്തിൽ തന്നെ അത്തരത്തിലുള്ള തീരുമാനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 27 സീറ്റ് ചോദിച്ച ഈ മുസ്ലിം ലീഗ് ഒക്കെ വേണമെങ്കിൽ അവർക്ക് 4 or 5 സീറ്റ് വരെ വേണമെങ്കിൽ കൂട്ടിച്ചോദിക്കായിരുന്നു. അവർ ചോദിച്ചില്ല. ഉപമുഖ്യമന്ത്രി സ്ഥാനം അവർ ആവശ്യപ്പെട്ടില്ല. ഈ തവണ മന്ത്രിസ്ഥാനത്തിൻ്റെ എണ്ണം കൂടുതൽ അവർ ആവശ്യപ്പെടുന്നില്ല. പല രീതിയിലുള്ള വർഗീയമായ തോണ്ടലുകൾ അല്ലെങ്കിൽ വർഗീയമായ പ്രസ്താവനകൾ അവർക്കെതിരെ പല ഭാഗത്ത് നിന്ന് വന്നു. ഞാൻ പേരൊന്നും ആരുടെയും പറയുന്നില്ല. വന്നിട്ട് പോലും അവർ മിതത്വം പാലിച്ചു, സംയമനം പാലിച്ചു. അവരുടെ അഭിപ്രായങ്ങൾ ഒരു ഘടകകക്ഷി എന്ന നിലയിൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ ബാധകമായിരിക്കില്ലേ? അവരുടെ ഒരു അഭിപ്രായത്തിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇത്രമാത്രം ഒരു
സംയമനത്തോടുകൂടി രാഷ്ട്രീയ തീരുമാനം എടുത്തു പോകുന്ന ഒരു പാർട്ടി, നമ്മളതൊരു വളരെ മാതൃകാപരമായി നമ്മൾ കാണേണ്ടതല്ലേ. നമ്മുടെ അയോധ്യയിൽ പള്ളി പൊളിച്ച സമയത്ത് കേരളത്തിൽ ഒരിടത്തും അമ്പലം പൊളിഞ്ഞില്ലല്ലോ. അവർ പറഞ്ഞു ഒരൊറ്റ അമ്പലം പോലും തൊട്ടുപോകരുതെന്നാണ് പറഞ്ഞത്. തന്നെയുമല്ല, ഒരു കേരളത്തിൽ ഒരു മതേതരത്വം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ അവർ എടുക്കുന്ന പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മളത് കാണേണ്ടതാണ്. നമ്മൾ അവരെയെല്ലാം ശത്രുക്കളായല്ല നമ്മൾ കാണേണ്ടത്. അത് വേറൊരു ഭാഗത്തു നിന്നുണ്ടാകുന്ന എന്താണ്, അവരെയെല്ലാം ശത്രുക്കളായി അങ്ങ് കണ്ടുകൊണ്ട് അവരെ ഒരു വേറൊരു തീവ്രവാദ ലൈനിലേക്കൊക്കെ തിരിച്ചു വിടത്തക്ക നിലയിലുള്ള ഒരു സമീപനമാണ് പലരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിൽ സമാധാനത്തോടുകൂടി രാഷ്ട്രീയം അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭാവനകൾ അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. അതുകൊണ്ടാണല്ലോ UDF-നകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരവസരവും ഉണ്ടാവരുത് എന്ന് അവർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ ഒന്നിലേക്കും പോയില്ല. സീറ്റുകളെ സംബന്ധിച്ചുള്ള തർക്കമില്ല, ഡെപ്യൂട്ടി മുഖ്യമന്ത്രി വേണമെന്നുള്ള ഇല്ല. അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെ എണ്ണത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു അവകാശവാദവും അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം UDF എന്നുള്ളതാണ് അവരുടെ വികാരം. പ്രളയ സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട വീടുകൾ, സർക്കാർ കൊട്ടിഘോഷിച്ച വീടുകൾ ഇനിയും കൈമാറ്റം ചെയ്തിട്ടില്ല എന്നിരിക്കെ ലീഗ് നിർമ്മിച്ച 51 വീടുകൾ അവർ താക്കോൽ കൈമാറുകയും അടുത്ത 50 വീടുകളുടെ താക്കോൽ അധികം താമസിയാതെ കൈമാറുകയും ചെയ്യുന്ന ഒരവസ്ഥയും കൂടി കേരളത്തിലുണ്ട് അല്ലേ? ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇതിലേക്ക് വരാം, വീണ്ടും ഇടുക്കിയിലേക്ക് വരാം. ഈ സേനാപതി വേണുവിൻ്റെ വിജയം സത്യത്തിൽ ചരിത്രപരമായ ഒരു വിജയമാണ്. MM മണി കഴിഞ്ഞ 2 തവണ മത്സരിച്ച് അതിശക്തമായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയാനാവില്ല. കാരണം മിക്കവാറും ആ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. റോഡ് മാത്രമല്ല വികസനം, പക്ഷേ റോഡിൻ്റെ വികസനം നിസ്സാരമല്ലെന്ന് അങ്ങേക്കറിയാം. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജ് കൊണ്ടുവന്നിട്ടുണ്ട്, ആയുർവേദ കോളേജ് കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങനെ പല വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തേ അതൊന്നും ഫലം കണ്ടില്ല? അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഉണ്ട് എന്നുള്ള കാര്യമൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ മൊത്തമായി ഒരു മുഖ്യമന്ത്രിയുടെ ഒരു സ്വേച്ഛാധിപത്യപരമായ ഒരു പെരുമാറ്റത്തിനെതിരെ അല്ലെങ്കിൽ ധിക്കാരത്തിനെതിരെയുള്ള ഒരു വികാരമുണ്ടായപ്പോൾ അത് ഉടുമ്പൻചോലയിലും അതുണ്ടായി. ഇവിടെ നമ്മൾ പരിഗണിക്കപ്പെടുന്നത് പ്രാദേശികമായിട്ടുള്ളൊരു കാര്യം മാത്രമല്ല. പിന്നെ ഇടുക്കി ജില്ലയിലേക്ക് നമ്മൾ എടുത്ത് വരുമ്പോൾ നമ്മൾ ഇവിടെ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഇടുക്കി ജില്ലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്നതിൽ ഇടതുപക്ഷ മന്ത്രിമാരും നേതാക്കന്മാരും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങളെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ആ ഒരു നിലയിൽ ഈ പ്രത്യേകിച്ച് ഭൂപ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിൽ ഇവർ പരാജയപ്പെട്ടു എന്നുള്ള ഒരു വലിയ ഫീലിംഗ് നിൽപ്പുണ്ടായിരുന്നു. ഒരു കാര്യം ശരിയാണല്ലോ, ഈ പീരുമേട്ടിലെയും ഉടുമ്പൻചോലയിലും ഒക്കെ തൊഴിൽ മേഖലയിൽ പോലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു സ്വാധീനം അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല. കാരണം അവരോടൊന്നും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെയുള്ള ഒരു വിധിയെടുത്തതിനകത്തുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രാദേശികമായിട്ടുള്ള ഒന്ന് അല്ലല്ലോ. നമ്മളിപ്പോൾ കണ്ടല്ലോ, ഇപ്പം ഈ പയ്യന്നൂരിലും തളിപ്പറമ്പിലും അതുപോലെ തന്നെ അമ്പലപ്പുഴയിലുമൊക്കെ അവരുടേതായിട്ടുള്ള കേന്ദ്രങ്ങളിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിൽ പോലും വഴിവിട്ട നിലയിലാണ് അവർ തീരുമാനമെടുക്കുന്നതെങ്കിൽ ആ പാർട്ടിയിൽപ്പെട്ട ആളുകൾ തന്നെ അതിന് തിരിച്ചടി കൊടുക്കും എന്നുള്ള വലിയൊരു താക്കീതാണ് അവിടെ ഉണ്ടായത്. പ്രത്യേകിച്ച് അവരുടെ സൈദ്ധാന്തിക, ദാർശനിക മേഖലയിലെ പണിയെടുക്കുന്ന ആളുകളുടെ ആണ് സ്പേസ് നഷ്ടപ്പെട്ട് പുറത്തു പോകുന്നത്. അത് അവർക്ക് അടിത്തറ മാന്തുന്നതിന് തുല്യമാണ്, ഇല്ലേ? അങ്ങനെയാണ് സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം അത് പാടില്ല. കാരണം നമുക്കറിയാലോ, കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യം, ആ കാര്യം ശരിയാണോ തെറ്റാണോ എന്നൊന്ന് പരിശോധിക്കാൻ പോലും തയ്യാറാവുന്നില്ല. നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നാണ് അദ്ദേഹത്തിന്റെ പറഞ്ഞത്, പുസ്തകത്തിന്റെ പേര്. അത് ശരിക്കും പറഞ്ഞാൽ അതാണല്ലോ ഇപ്പൊ സംഭവിച്ചത്. അതാണ് ഇപ്പൊ സംഭവിച്ചത്. അദ്ദേഹം ജയിക്കാനും അതുകൊണ്ടാണ് അദ്ദേഹം ജയിക്കാൻ കാരണം എന്ന് പറയുന്നത്. എഴുത്തുകാരൻ പ്രവാചകനാവുന്നത് അതുകൊണ്ടാണ്. അതാണ് തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് ഈ ഉടുമ്പൻചോലയില് വളരെ കാലിബറുള്ള, വളരെ എഫിഷ്യൻ്റായ, ഒരുപക്ഷെ ഒരു അക്കാഡമിക് വിജ്ഞാനമൊക്കെ ഉള്ള ഒരാൾ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് കോൺഗ്രസ് അഭിമാനിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ ഒരു മീഡിയ ടീമിലെ കോൺഗ്രസ് ഒരു വക്താവ് എന്നുള്ള നിലയിൽ കോൺഗ്രസിന് വേണ്ടി എപ്പോഴും മാധ്യമങ്ങളിൽ കൂടി പ്രതികരിച്ചു കൊണ്ടിരുന്ന ശ്രീ സേനാപതി വേണു, അദ്ദേഹം അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. തന്നെയുമല്ല, കോൺഗ്രസിന് വേണ്ടി
അദ്ദേഹം വളരെ കൃത്യമായി പഠനം നടത്തി ഓരോ കാര്യങ്ങളും മാധ്യമങ്ങളിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉടുമ്പും ചോരയിൽ കൊണ്ട് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നതിലേക്കും വെച്ച് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ സേനാപതി വേണു എന്നുള്ളതാണ്. അദ്ദേഹം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു സ്വീകാര്യത പാർട്ടിക്കുള്ളിലും അതോടൊപ്പം തന്നെ നാട്ടിലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അവിടെ വളരെ വ്യക്തമാണ്. ദേവികുളത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്തെങ്കിലും അപാകത പറ്റിയോ? പരാജയപ്പെട്ടിട്ടല്ല എൻ്റെ ഈ ചോദ്യം. 6 പഞ്ചായത്തുകളിൽ LDF, ഈ തരംഗത്തിലും LDF, അതായത് കാന്തല്ലൂർ, വട്ടവട, ചിന്നക്കനാൽ, ദേവികുളം, മൂന്നാർ, ഇടമലക്കുടി പഞ്ചായത്തുകളിൽ LDF ലീഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതൊരു വലിയ വാസ്തവമാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അതും മറ്റൊരു BJPയുടെ കരുത്തനായ മുൻ MLA S രാജേന്ദ്രൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ UDFന് പാളിച്ച പറ്റിയോ ദേവികുളത്ത്? അത് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, നമ്മൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ആ രീതിയിലുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലയിൽ UDFന് ഏറ്റവും കൂടുതൽ ആഘാതമുണ്ടായ ഒരു മേഖലയാണ് നമ്മുടെ ഈ മൂന്നാർ ബ്ലോക്ക് എന്ന് പറയുന്നത്. മൂന്നാർ മുതൽ അപ്പുറത്തേക്കുള്ള പഞ്ചായത്തുകളിലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ UDFനും ആ ഒരു ഭയമുണ്ടായിരുന്നു. കാരണം അവിടെ ഒരു അടുത്ത കാലത്ത് BJPയുടെ ഒരു നേതൃത്വത്തിലുണ്ടായ ചില മാറ്റങ്ങൾ, അത് ഈ വട്ടവടയിലും അതോടൊപ്പം തന്നെ നമ്മുടെ എടമലക്കുടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായ ചില സ്വാധീനങ്ങൾ, അവിടെ ഉണ്ടായ ഒരു ഒട്ടും ആശാസ്യകരമല്ലാത്ത നിലയിലുള്ള ചില ഇടപെടലുകൾ ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ആളുകൾക്ക്, അതായത് UDFൻ്റെ ആളുകൾക്ക് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കത്തക്ക നിലയിൽ ഒരു നീക്കം നടത്താൻ സാധിച്ചില്ല എന്നുള്ളതും ശരി തന്നെയാണ്. ആ ഒരു രീതിയിലാണ് ആ മേഖലയിൽ നമുക്ക് അല്പം അത് അപ്രതീക്ഷിതമായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇതേ സംഭവം തന്നെ അവിടെ ഉണ്ടായിരുന്നു. 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷം വരെ കിട്ടിയ പഞ്ചായത്താണ് ഒരിക്കൽ മറയൂർ. അങ്ങനെക്കറിയാം, 2000-2500 ആവറേജ് 1000 ചില്ലുവാൻ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് UDF ഈ തവണ നേടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങ് സൂചിപ്പിച്ച ചില കുറവുകൾ, ചില നോട്ടക്കുറവുകൾ എവിടെയൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങ് ഇതിന് നേതൃത്വം കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് UDFന് നേതൃത്വം കൊടുക്കുന്ന 1ാം നമ്പർ പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. അങ്ങ് വലിയൊരു പ്രതീക്ഷ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നിന്ന് വയ്ക്കുന്ന ഒരു കാര്യം, ഒന്ന്, ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. ഇടുക്കിയിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ നമുക്ക് അനുവാദം കിട്ടണം, അവകാശം കിട്ടണം. അതിപ്പോൾ ഇല്ല. അത് കുറേ നാളായി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് പല രംഗങ്ങളും, ഞാനത് വിശദീകരിക്കുന്നില്ല. മറ്റൊന്ന്, അതിന് കരുത്തനായൊരു മന്ത്രി നമുക്ക് ഇടുക്കിയിൽ നിന്ന് വേണം. തൊടുപുഴയെ വിടുക, അത് മറ്റൊരു ഘടകകക്ഷിയാണ്. ഈ കോൺഗ്രസിനൊരു മന്ത്രിയെ കിട്ടുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും ഒരു വൻപിച്ച വിജയം കൈവരിച്ച സ്ഥിതിക്ക് ഒരു മന്ത്രിസഭ ഉണ്ടാകുമ്പോൾ ഹൈറേഞ്ചിൽ നിന്ന് നമുക്കൊരു മന്ത്രി ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം UDF, പ്രത്യേകിച്ച് ഞാൻ ഏതാണ്ട് ഒരു 3.5 വർഷം മുമ്പാണ് എന്നെ UDFൻ്റെ ചെയർമാൻ സ്ഥാനം ബഹുമാന്യനായ ശ്രീ VD സതീശനും അതോടൊപ്പം തന്നെ കൺവീനർ ശ്രീ MM ഹസനും അവർ രണ്ടുപേരും കൂടി ഇരിക്കുന്ന സമയത്താണ് എന്നെ UDF ചെയർമാൻ സ്ഥാനത്തേക്ക് നിശ്ചയിക്കുന്നത്. അവിടെ അന്ന് മുതൽ UDFുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഒരു പ്രവർത്തനം അത് വളരെ ഭംഗിയായി കൊണ്ടുപോകാം. പ്രത്യേകിച്ച് നമ്മുടെ ഘടകകക്ഷികളുമായിട്ടുള്ള ബന്ധമൊക്കെ വളരെ സുഗമമായി നിലനിർത്തിക്കൊണ്ട് പരമാവധി ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതെയും തർക്കമുണ്ടാവാതെയും ഒക്കെ അത് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് വളരെ ഒരു അഭിമാനം ആ കാര്യത്തിലുണ്ട്. അതിനുശേഷം നടന്ന അസംബ്ലി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ്, ഈ 3 തെരഞ്ഞെടുപ്പുകളും വന്നപ്പോൾ അത് ഒരു വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി വലിയ ഒരു UDF പക്ഷത്തേക്ക് നമ്മുടെ ഈ ജില്ലയെ കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ നേട്ടമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു UDFൻ്റെ വലിയ ഒരു തിരിച്ചുവരവുണ്ടായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾ ഉൾപ്പെടെ നമുക്ക് പല പ്രശ്നങ്ങളും നമുക്ക് ഇവിടെ പരിഹരിക്കപ്പെടാനായിട്ടുണ്ട്. ഏറ്റവും ഈ പിണറായി വിജയൻ ഭരണത്തിന് കീഴിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്ന ഒരു ജനവിഭാഗമാണ് ഹൈറേഞ്ചിലുള്ളത്. കാരണം നമ്മുടെ ഒരു പൗരസ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു അവകാശങ്ങളുമെല്ലാം
നിഷേധിക്കപ്പെട്ട ഒരു സ്ഥിതിവിശേഷം പല സന്ദർഭം. നമുക്ക് പട്ടയമുള്ള ഭൂമിയിൽ നമുക്ക് കെട്ടിടം പണിയാൻ പറ്റത്തില്ല, നമുക്കവിടെ സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ വന്നിട്ടുള്ള ഈ സംസ്ഥാനത്ത് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായ സ്ഥലം ഇടുക്കി മാത്രമാണ്. ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഒരുപക്ഷെ ഈ ചർച്ച ചെയ്താൽ തീരില്ലാത്ത പ്രശ്നം മീഡിയൻറ്റ് തന്നെ ചർച്ച ചെയ്ത് അതുകൊണ്ട് അവസാനിക്കുക, സമയം കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു വട്ടവും കൂടി കൊണ്ടുവരികയാണ്. ഒരുപക്ഷെ തിരുവനന്തപുരം പോലുള്ള ഒരൊറ്റ ജില്ലയിൽ 3 or 4 മന്ത്രിമാർ, 14 പേർ ജയിച്ച എറണാകുളത്ത് 1 or 2 മന്ത്രിമാർ, 11 പേര് MLA-മാരുള്ള കോഴിക്കോട് 1 or 2, ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കിക്ക് ഒരു സാധ്യതയും ഒരുപക്ഷെ കാണും. തഴയപ്പെടുന്ന ഒരു ജില്ല ഇടുക്കി ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങേപ്പോലുള്ള ഒരാൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു മന്ത്രി ഉണ്ടായാൽ നമ്മളെ സംബന്ധിച്ച് ഇടുക്കിക്കാരുടെ ഈ രോദനം വനരോദനമാവില്ല. നമ്മളെ സംബന്ധിച്ചത് വെറും ജലരേഖയായി മാറില്ല. കാര്യത്തിൽ വലിയ ഒരു സംഭാവന അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് പറയുകയാണ്. ഈ വിജയത്തിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും. വന്നതിന് നന്ദി. ഓക്കെ, താങ്ക് യു. വലിയ വിജയം അവകാശപ്പെട്ടു എന്ന് പറയുമ്പോഴും ചില മേഖലകളിൽ UDF കനത്ത ആഘാതവും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതിലൊന്ന് സത്യത്തിൽ ദേവികുളമാണ്. വിജയിച്ചു എന്ന് പറയുമ്പോഴും കേരളത്തിലുണ്ടായ തരംഗം ദേവികുളം നിയോജക മണ്ഡലത്തിൽ UDF-നുണ്ടായിട്ടില്ല. ഈ കാരണവും അവർ പരിശോധിക്കേണ്ടതല്ലേ? നന്ദി, നമസ്കാരം.